സാധാരണ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഉപനയനം ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ പ്രാക്ടീസാണ്, പൂണൂൽ ഇടിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഇതിനോട് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു അമ്മാവൻ്റെ കുടുംബത്തോടൊപ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അമ്മാവന് LTC ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ അമ്മാവിക്ക് വലിയൊരു കുടുംബമായിരുന്നു, 11 സഹോദരന്മാരാണ്. അപ്പോൾ അവരെ പലരെയും കാണാനായിട്ട് ഓരോ വർഷവും LTC ഉപയോഗിച്ച് അവർ യാത്ര ചെയ്യുമായിരുന്നു. അവരോടൊപ്പവും ഞാനും യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചെന്നൈയിൽ ചെന്നപ്പോൾ ചെന്നൈയിൽ സുബ്രഹ്മണ്യ ഭാരതിയാരെക്കുറിച്ച് ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയിലെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാർ സ്വന്തം പൂണൂൽ അഴിച്ച് ഒരു ദലിതന് കൊടുത്തിട്ട്, ഞാൻ നിനക്ക് ഗായത്രി മന്ത്രം ചൊല്ലിത്തരാം, ഈ ഗായത്രി മന്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നീയും ബ്രാഹ്മണനായി മാറുന്നു എന്ന് പറയുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പിറേഷൻ നേടിക്കൊണ്ട് ഞാൻ ആ ഒരു പൂണൂൽ കർമ്മം നടത്തണം എന്ന് അച്ഛനും അമ്മയും എല്ലാം നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരോട് ഉദ്ധരിച്ചത് ഈ സുബ്രഹ്മണ്യ ഭാരതിയാരുടെ ഈ ഒരു കഥയാണ്. എന്നിട്ട് ഞാൻ ഒരുപാട് എതിർത്തു, അത് വേണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്നുള്ളത്. പിന്നീട് അന്ന് കുട്ടിയായിരുന്നുകൊണ്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു ആ എതിർപ്പിന്. അവസാനം ഞാൻ കീഴടങ്ങി. എന്നാൽ ആ ഉപനയന കർമ്മം നടക്കുമ്പോഴെല്ലാം പലപ്പോഴും ഇത് നടത്തി തരുന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആചാര്യനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും മന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയണം എന്ന് നിർബന്ധിക്കുകയും, അർത്ഥമറിയാതെ സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം എനിക്ക് ഉപനയന കർമ്മം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം നൽകി, ഇത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്നെല്ലാം എന്നോട് അന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ ഉപനയന കർമ്മം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയല്ല ഞാനൊരു ചെറുപ്പക്കാരനായി ചെയ്തത്. അത് ചെയ്ത ശേഷവും ഞാൻ ആ പൂണൂലിനോടൊരു നീതിയും പുലർത്തിയില്ല. അത് മാറ്റിയിടുകയും അത് ഉപയോഗിക്കാതിരിക്കുകയുമാണ് എൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും ഞാൻ ചെയ്തിട്ടുള്ളത്. 1973 ആണ് എൻ്റെ കുടുംബം തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് താമസം മാറ്റിയത്. തിരുവനന്തപുരത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം എന്നെ എറണാകുളത്തെ കളമശ്ശേരിയിലുള്ള സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് അഡ്മിറ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ട്രോമാറ്റിക് ഇവൻ്റായിരുന്നു. എനിക്ക് ആദ്യകാലങ്ങളിൽ വലിയൊരു വിഷമമായിരുന്നു. എന്തിന് തിരുവനന്തപുരം വിട്ട് എറണാകുളത്തേക്ക് മാറുന്നു? തിരുവനന്തപുരത്താണ് എൻ്റെ കൂട്ടുകാരെല്ലാം. തിരുവനന്തപുരത്തെ ജീവിതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അവിടുത്തെ സ്കൂൾ ഇഷ്ടപ്പെട്ടതാണ്. അവിടെ തന്നെ ഞാൻ തുടരാം, അച്ഛനും അമ്മയും മാറിയാലും ഞാൻ അവിടെ തുടരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാഠ്യം പിടിക്കുകയും ബഹളം വയ്ക്കുകയും എല്ലാം ഞാൻ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് അതിനെ പരിഹസിക്കാനേ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എറണാകുളത്തോടാണ്. ഞാൻ എറണാകുളത്ത് എത്തിയ ശേഷം ആ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയൊരു വിഭാഗം സുഹൃത്തുക്കൾ ഇന്നും എറണാകുളത്ത് ജീവിക്കുന്നു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളായി തുടരുന്നു. അങ്ങനെ നീണ്ട ഒരു ലോങ് ടേം റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു അവസരമായി മാറി എറണാകുളത്തേക്കുള്ള ആ ഒരു ഷിഫ്റ്റ്. 1980 ഏപ്രിൽ NCCയിലൂടെ ഞാൻ മഹാരാജാസ് കോളേജിൽ 2ാം വർഷ BAക്ക് പഠിക്കുമ്പോൾ കാനഡയിൽ ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പോയി. അതിനുശേഷം മറ്റ് പല രാജ്യങ്ങളുകൂടെ സന്ദർശിച്ച് തിരിച്ച് എറണാകുളത്ത് എത്തിയപ്പോൾ ആദ്യം എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്
ഇത് പി.ടി. തോമസ് ആണ്. എന്നിട്ട് പി.ടി. തോമസ് എന്നോട് പറഞ്ഞു, എടാ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഞാനാകെ അന്തം വിട്ടുപോയി. എന്താണ് പി.ടി. പറയുന്നത്? നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത്. ഞാൻ കാനഡയിലായിരുന്നു, ഞാൻ മറ്റു രാജ്യങ്ങളിൽ കറങ്ങി നടക്കുമായിരുന്നു. ഞാൻ എങ്ങനെ പി.ടിയുടെ ജീവിതത്തെ രക്ഷിച്ചു? പി.ടിയോട് അന്വേഷിച്ചപ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മഹാരാജാസ് കോളേജ് വിട്ട് NCCയിലൂടെ ഈ ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ ഭാഗമായി കാനഡയിൽ ചെന്നു. കാനഡയുടെ ബ്രിട്ടീഷ് കൊളംബിയ പ്രോവിൻസിലായിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിൽ തന്നെ ഡങ്കൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണിൽ ഞങ്ങൾ ഒരു പറ്റം ഇന്ത്യക്കാരും ഒരു പറ്റം കനേഡിയൻസും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിച്ച് ഒരു കനേഡിയൻ ജീവിത രീതി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാൻ ആ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം വിട്ടുമാറി ഒരു വിദേശ രാജ്യത്ത് പോയി പുതിയ സുഹൃത്തുക്കൾ, പുതിയ സാഹചര്യങ്ങൾ എന്നൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വല്ലാതെ ഞാൻ ഹോം സിക്കായിരുന്നു. ഞാൻ ഒരുപാട് കേരളത്തെയും കൊച്ചിയെയും മഹാരാജാസ് കോളേജിനെയും അവിടുത്തെ സുഹൃത്തുക്കളെല്ലാം മിസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു കത്ത് എഴുതി പി.ടി. തോമസിന്. ഒരു വളരെ നീണ്ട കത്തായിരുന്നു. അതെല്ലാം കൂടെ ഒരു 12-14 പേജിൻ്റെ കത്തായിരുന്നു. എന്നിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തു. ആ കത്ത് പി.ടി. തോമസിന് എറണാകുളത്ത് കിട്ടിയപ്പോൾ, അന്ന് പി.ടി. തോമസ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ ഒരു റൂമുണ്ട്. അപ്പോൾ പി.ടി. തോമസ് ആ കത്ത് കിട്ടി, കത്ത് വായിച്ച് അത് മടക്കി പി.ടി. തോമസിൻ്റെ പോക്കറ്റിലിട്ടു. അപ്പോൾ ഈ ഒരു 12 പേജിൻ്റെ കത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോക്കറ്റ് നിറഞ്ഞ് നിന്ന് കാണും. ആ സമയത്താണ് മഹാരാജാസ് കോളേജിൽ KSUക്കാരും SFIക്കാരും തമ്മിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ഒരു വലിയൊരു സംഘടനം പൊട്ടിപ്പുറപ്പെടുന്നത്. പി.ടി. തോമസ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് നടന്ന് വരുമ്പോൾ ഒരു SFIക്കാരൻ ഒരു ജാവലിൻ എടുത്ത് ഒരു കുത്ത് പി.ടിയുടെ നേരെ. ആ ജാവലിൻ എന്തോ ഒരു ഭാഗ്യത്തിന് നേരെ ചെന്ന് പതിക്കുന്നത് ആ പോക്കറ്റിൻ്റെ ഭാഗത്താണ്. ആ 12 പേജുള്ള കത്ത് കിടക്കുന്ന ആ പോക്കറ്റിൽ. അപ്പോൾ പി.ടി. തോമസ് അന്ന് എന്നോട് പറഞ്ഞതും അതിനുശേഷം പലരോടും പറഞ്ഞിട്ടുള്ളത്, പി.ടിയുടെ പത്നിയും എൻ്റെ അടുത്ത സുഹൃത്തുമായ ഇപ്പോഴത്തെ ഉമാ തോമസ് MLAയും നന്നായി അറിയാവുന്നത്, ഈ കത്താണ് പി.ടിയെ രക്ഷിച്ചത്. ഈ കത്ത് പുള്ളിയുടെ പോക്കറ്റിലില്ലായിരുന്നെങ്കിൽ ജാവലിൻ നെഞ്ചത്ത് തറച്ച് കയറിയതിനെ എന്തെല്ലാം ആപത്തന്ന് പി.ടിക്ക് വേണ്ടി കൊണ്ടുവരുമായിരുന്നു എന്നുള്ളത് ആർക്കും പറയുവാൻ സാധിക്കില്ല. ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനം എന്നൊക്കെ പറയുന്നത് ഇന്ന് കേരളത്തിലെ പല കോളേജുകളിലും നടക്കുന്നതാണ്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, മഹാരാജാസ് കോളേജും അതിനുവേണ്ടി പേര് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു ചെന്നിട്ടുണ്ട്. ഞാൻ വളരെ സജീവ രാഷ്ട്രീയത്തിൽ 5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ 76-ൽ SSLC പൂർത്തിയാക്കിയ ശേഷം 1-ാം വർഷ പ്രീ ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിൽ ചേർന്നപ്പോൾ അന്ന് സെൻറ്റിനറി സെലിബ്രേഷൻസ് മഹാരാജാസ് കോളേജിൽ നടക്കുന്ന സമയമാണ്. കോളേജ് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റിനറി സെലിബ്രേഷൻസ് നടക്കുകയുണ്ടായി. അത് അടിയന്തരാവസ്ഥയുടെ 2-ാമത്തെ വർഷമായിരുന്നു. അപ്പോൾ അന്നത്തെ എലക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു രീതിയാണ് കൊണ്ടുവന്നത്. ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുക, അവരിൽ നിന്നും യൂണിയനിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഭാഗമായി കോളേജ് യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ ചെയർമാൻ ഞാൻ കൂടി ഭാഗമായിരുന്ന കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രതിനിധി സാജൻ മണ്ണാളിയായിരുന്നു. അപ്പോൾ അങ്ങനെ സാജൻ മണ്ണാളിയുടെ യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ട് ഞാൻ സെൻറ്റിനറി സെലിബ്രേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പരിപാടികളിലും സജീവ പങ്ക് വഹിച്ച് അതിലൂടെയാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ളൊരു കഴിവ് ഞാൻ പഠിക്കുകയും നേടിയെടുക്കുകയും ചെയ്തത്. അതിനോടൊപ്പം ഞാൻ NCCയിൽ ചേരുകയും NCCയിൽ സജീവമായി
NCCയിലൂടെ ഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തു. കേരളത്തിലെ ബെസ്റ്റ് കേഡറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ ചെന്ന് പല മത്സരങ്ങളിൽ, അവിടുത്തെ ബെസ്റ്റ് കേഡറ്റ് മത്സരങ്ങളിലും അവിടുത്തെ നീണ്ട ഓട്ടം, ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിലെല്ലാം പങ്കെടുത്തു. എൻ്റെ ആദ്യത്തെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഡൽഹി സന്ദർശനം NCCയിലൂടെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് പോയതിലൂടെയാണ്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും തണുപ്പുള്ള ഒരു സമയമായിരുന്നു. ആദ്യമായിട്ടാണ് ഡൽഹിയുടെ ഒരു മഞ്ഞുകാലം അനുഭവിക്കുന്നത്. ടെൻറ്റുകളിൽ ജീവിച്ചുകൊണ്ട് അതിരാവിലെ എണീറ്റ് തണുപ്പത്ത് ചൂടുവെള്ളം ഉപയോഗിച്ച് പല്ല് തേക്കുന്നതെല്ലാം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ എൻ്റെ 2ാം വർഷ പ്രീ ഡിഗ്രി മുഴുവൻ NCC ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചു. 1ാം വർഷ BAയിലായപ്പോൾ വീണ്ടും KSU യൂണിയൻ നേടി. ഞാൻ ഫസ്റ്റ് ഇയർ BA റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് യൂണിയൻ്റെ ഭാഗമായി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സെക്കൻഡ് ഇയർ BAയുടെ സമയത്താണ് ഞാൻ NCCയിലൂടെ ഈ കാനഡ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാനഡ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ അത് ആദ്യത്തെ വർഷമാണ് ഇങ്ങനൊരു പ്രോഗ്രാം NCC തുടങ്ങുന്നത്. അത് ഒരു കനേഡിയൻ ഇനിഷ്യേറ്റീവായിരുന്നു. കാനഡ ലോകത്തെ പല രാജ്യങ്ങളുമായി അങ്ങനത്തെ എക്സ്ചേഞ്ചസ് അന്ന് നടത്തിയിരുന്നു, എന്നാൽ ഇന്ത്യയുമായിട്ട് ആദ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഇന്ത്യനും ഒരു കനേഡിയൻ കൗണ്ടർ പാർട്ടുണ്ട്. നമ്മൾ കാനഡയിൽ ചെന്ന് ആദ്യം 3 മാസം താമസിക്കുക. ആ 3 മാസം, ആദ്യത്തെ 1.5 മാസം കാനഡയിലെ ഒരു കുടുംബവുമായിട്ട് താമസിക്കുക. ഒരു ഇന്ത്യൻ, ഒരു കനേഡിയൻ, 2 ചെറുപ്പക്കാർ ആ കുടുംബവുമായിട്ട് താമസിച്ച് അവിടുത്തെ ഏതെങ്കിലും ഒരു വർക്ക് ഏരിയ, ഒരു വർക്ക് പ്ലേസിൽ ചെന്ന് ജോലി ചെയ്യുക. ശമ്പളത്തിന് വേണ്ടിയല്ല, ഒരു വർക്ക് പ്ലേസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഒരു കുടുംബജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ജീവിക്കുക. കാനഡയിൽ ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ വലിയ ഭാഗം ചെറുപ്പക്കാരെല്ലാം വളരെ സ്പോയിൽഡാണ്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ചിലവിനുള്ള പണങ്ങൾ തരുന്നു, എല്ലാ സൗകര്യങ്ങളും തരുന്നു. സോ നമ്മൾ വളരെ സ്പോയിൽഡാണ്. സ്വന്തമായി ജീവിച്ച് പരിചയമുള്ളവരെല്ലാം, പ്രത്യേകിച്ചും പുരുഷന്മാർ. പെൺകുട്ടികൾ പിന്നെയും ചെറുപ്പത്തിൽ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അപ്പോൾ അന്ന് കാനഡയിൽ ചെന്നിട്ട് ആ കുടുംബത്തിനോടൊപ്പമാണ് ആദ്യമായിട്ട് കിച്ചണിൽ ചെന്ന് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടെ കുടുംബസമേതം, അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടെ പ്ലേറ്റ്സ് ക്ലീൻ ചെയ്യണം, ടേബിൾ ക്ലിയർ ചെയ്യണം, കുക്കിങ്ങിൽ സഹായിക്കാൻ പറ്റിയാൽ കുക്കിങ്ങിൽ സഹായിക്കണം എന്ന് പഠിച്ചത്. അതുപോലെ തന്നെ കനേഡിയൻ പെൺകുട്ടികളുമായി അടുത്തറിയുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ സ്ത്രീകൾക്കുള്ള തുല്യതയെക്കുറിച്ച് പഠിക്കുന്നത്. അവിടുത്തെ സ്ത്രീകൾ പുരുഷന്മാരെ പരിചരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല, എല്ലാവരും ഈക്വലാണ്, എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒരുമിച്ച് ഷെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങൾക്കും അവർക്കും ഒരു വോയിസ് ഉണ്ട്, അവരും തീരുമാനമെടുക്കും, കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം ഞാൻ പഠിച്ചത്. ഞാൻ ജീവിച്ച ആ ഒരു കുടുംബം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുടുംബമായിരുന്നു. അച്ഛൻ ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റായിരുന്നു, ഫോറസ്ട്രിയിൽ എക്സ്പെർട്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച ആ ഒരു ടൗൺ തന്നെ അവിടുത്തെ ടിമ്പർ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു ടൗണായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആ വീട്ടിലെ അമ്മ ഒരു പൊതുപ്രവർത്തകയായിരുന്നു. അവിടുത്തെ മുനിസിപ്പൽ ഇലക്ഷനിലൊക്കെ മത്സരിക്കുകയും കൗൺസിലറായി ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ളൊരു ലേഡിയായിരുന്നു. ആൻഡ് അവർ ഭയങ്കര പ്രകൃതി സംരക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ശത്രു, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ നഗരത്തിൽ ജീവിച്ച് ആ ഏരിയയിലെ ഏറ്റവും വലിയ പണക്കാരനായ ഇന്ത്യൻ വംശജൻ ആയ ഒരു പഞ്ചാബിയാണ്. അവിടുത്തെ ടിമ്പർ ബിസിനസ്സിൽ, ആ കമ്പനിയുടെ പേര് ഡോമൻ എന്നായിരുന്നു, DOMAN.
പഞ്ചാബിൽ നിന്നും കാനഡയിലേക്ക് എമിഗ്രേറ്റ് ചെയ്ത് അവിടെ വലിയ ബിസിനസ്സുകാരനായ ഒരു ഇന്ത്യൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ മത്സരം. അവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇവർ കാനഡയുടെ കാട്ടിനുള്ളിൽ ചെന്ന് മരം വെട്ടും. അത് ഗവൺമെൻറ് അനുവാദത്തോടു കൂടിയാണ് ആ മരം വെട്ടുന്നത്. എന്നാൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒഴിവാക്കാൻ അത് കാട്ടിനുള്ളിൽ നിന്നും നമ്മൾ ഇവിടെയൊക്കെ ആനകളെ ഉപയോഗിച്ച് മരങ്ങൾ പുറത്തെടുക്കുന്നു. അവിടെ ഈ കാട്ടിനുള്ളിലൂടെ ഈ മരം പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അതിനവർ ചെയ്യുന്നത് ഈ മരത്തെ വെട്ടി നദിയിലേക്കിടും. എന്നിട്ട് നദിയിലൂടെ താഴേക്ക് ഒഴുക്കി വിട്ടിട്ട് നദി എവിടെ ചെന്ന് എത്തുന്നോ അവിടെ നിന്നും അത് പിക്കപ്പ് ചെയ്ത് പിന്നെ അത് മുറിച്ച് ചെറിയ പീസസാക്കി ലോറി കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ താമസിച്ച ആ കുടുംബത്തിലെ അമ്മയുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഈ മരങ്ങളെല്ലാം കൂടെ വെട്ടി നദിയിലിടുമ്പോൾ നദിക്കുള്ളിൽ വെളിച്ചം കിട്ടുന്നില്ല. അതിനുള്ളിലുള്ള മീനുകൾക്ക്, അതിനുള്ള ആ സസ്യജാലങ്ങൾക്കൊന്നും വെളിച്ചം വരുന്നില്ല. ഇത് പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ നദി എന്നും ക്ലിയർ ആയിരിക്കണം. ഒരു കാരണവശാലും ആ നദി കവർ ചെയ്യപ്പെടരുത് ഇങ്ങനെ മരങ്ങൾ വെട്ടിയിടുന്നത് കൊണ്ട്. അങ്ങനെ ഒരു വലിയൊരു പബ്ലിക് അജിറ്റേഷൻ്റെ നേതാവായിരുന്നു അന്ന് തന്നെ. വൺസ് അഗെയിൻ 1980 ഞാൻ കാനഡയിൽ പോയത്. ഇവർക്ക് എത്രത്തോളം പ്രകൃതിയോടുള്ള കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു, പ്രകൃതി സംരക്ഷണത്തോടുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടന്ന ഒരു രാജ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. മറ്റൊന്ന് ആ കാനഡ ജീവിതത്തിൽ ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, അന്ന് കണ്ട ഒരുപാട് ആൾക്കാർ കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം വീടിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളവരായിരുന്നു. ഞാൻ താമസിച്ച ആ കുടുംബമല്ല, എന്നാൽ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ അയൽവാസികൾ, അവരിലൂടെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാർ. അതിൽ നേറ്റീവ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിലെ ഒരു നേറ്റീവ് ഇന്ത്യനെ മീറ്റ് ചെയ്യുന്നത്. ഒരു കോർട്ട് വർക്കർ മീറ്റ് ചെയ്തിരുന്നു. എന്നാൽ അയാളും ഭാര്യയും ഒരു ചൈനീസ് കുട്ടിയെ ദത്തെടുത്തിരിക്കുന്നു. മറ്റൊരു കനേഡിയൻ കുടുംബം അവിടുത്തെ പ്രിസൺ സിസ്റ്റത്തിൽ ജുവനൈൽ ക്രൈംസ് കമ്മിറ്റ് ചെയ്ത ഒരു പയ്യനെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് സ്വന്തമായി ഒരു പെൺകുട്ടിയുണ്ട്. അതിന് അഡീഷണലായിട്ടാണ് അവർ ക്രിമിനൽ സിസ്റ്റത്തിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കൺവിക്റ്റ് ചെയ്ത ഒരു കുട്ടിക്ക് പുതിയ ജീവിതം നൽകണം എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം കുട്ടിയായി വളർത്തി അവനൊരു നല്ല മാറ്റാനായി ശ്രമിച്ചു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ എത്ര കമ്പാഷനറ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്, എത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് എന്ന് എനിക്ക് അന്ന് തോന്നി. നമുക്ക് ഇന്ത്യയിലെല്ലാം അന്നത്തെ കാലത്ത് ദത്തെടുക്കുന്നത് വളരെ കുറവാണ്. ഇന്ന് കുറച്ചെങ്കിലും കൂടിയിട്ടുണ്ട്. പക്ഷെ ദത്തെടുക്കുമ്പോൾ പോലും ജാതിയും മതവും അന്വേഷിച്ച് ദത്തെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരു ക്രിമിനൽ കുറ്റത്തിന് കൺവിക്റ്റ് ചെയ്ത ഒരാൾ ഇന്ന് പോലും നമുക്ക് ദത്തെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില വളരെ മൂവിങ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം ഈ ഒരു കനേഡിയൻ ഫ്രണ്ട്സിൻ്റെ സൗഹൃദവും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ പഠിച്ച കാര്യങ്ങൾ. അവരാരും ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും പത്രത്തിലെ വാർത്തകൾ അറിയാം, ജനറൽ നോളജ് അറിയാം, ക്വിസിനെ കുറിച്ച് അറിയാം, നല്ല ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ അവർക്ക് ജീവിക്കാൻ അറിയില്ല. കാനഡയിലെ ഏതൊരു ചെറുപ്പക്കാരനും തന്നെത്താനെ ജീവിക്കാൻ അറിയാം, തന്നെത്താനെ ജീവിക്കുന്നുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാം, സ്ത്രീകളെ തുല്യരായി കണ്ടുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കാൻ അറിയാം. അതുപോലെ വീട്ടുജോലികളിൽ എത്ര ചെറുപ്പമായിരുന്നാലും ഒരു പ്രധാന പങ്ക് വഹിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇങ്ങനെ ഒരു പരിധിവരെ നമുക്കും ആ ഒരു ഇൻഡിപെൻഡൻസ്, നമുക്ക് ആ ഇൻഡിപെൻഡൻ്റായി നിന്നാലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മളും പഠിക്കുകയുള്ളൂ. ഇതെല്ലാം ആ കാനഡയിലെ ജീവിതത്തിൽ നിന്നും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ വന്നപ്പോൾ വീണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. വൺസ് അഗെയിൻ നമ്മളൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ വരുന്നു, ഇന്ത്യൻ ചുറ്റുപാടിൽ വരുന്നു. വീട്ടിൽ
അച്ഛനമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ കാരണവർ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. പ്രത്യേകിച്ചും വിരുന്നാളികളുണ്ട്, ഒരാൾ കേരളത്തിൽ നിന്നും ഒരാൾ കാനഡയിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി വേ പോയി അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ഗിഫ്റ്റ്സ് നൽകുകയും എല്ലാം ചെയ്യുന്നു. മാത്രമല്ല പോയി താമസിക്കുന്ന സ്ഥലം സാമാന്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ്. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു, ഇത്രയും യാത്ര ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വന്ന് പരീക്ഷ എഴുതാനുള്ള മൂഡില്ല. എൻ്റെ 2ാം വർഷ BA പരീക്ഷയെ ഞാൻ 3ാം വർഷത്തിൽ ഒരുമിച്ച് എഴുതാം. പക്ഷേ എനിക്ക് യാത്രയാണ് ഇഷ്ടപ്പെട്ടത്, സഞ്ചാരമാണ് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ വീണ്ടും യാത്ര ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം ഡൽഹിയിൽ അവസാനിച്ചപ്പോൾ